താതൻ ശ്ലോമോക പ്രിയേ മൂലം മേലിന്ന തന്യ മറിയാമിനു നൽക കേട്ടു. നന്നായി പാടുന്നുണ്ടല്ലോ. ആണോ? പക്ഷെ ഇതെല്ലാം ഒരു രാഗത്തിലും ഒരു ഈണത്തിലുമാണ്. ഇത് സുറിയാനി ഭാഷയിൽ ഓരോ രീതിയിലാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് ഏത് രാഗത്തിലാ പാടിയെന്ന് നിനക്കറിയാമോ? രാഗമൊന്നും അറിയില്ല. ഇത് സാധാരണ നമ്മൾ എല്ലാ ദിവസവും പാടുന്നു. നമുക്ക് ഈ ഓരോ പാട്ടുകളും പല ഈണത്തിൽ നമുക്ക് പാടാൻ പറ്റും, പല നിറങ്ങളിൽ നമുക്കത് പാടാൻ സാധിക്കും. പക്ഷെ നമുക്ക് ഇത് കൂടുതലായി നമുക്ക് ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ബ്രോഡ്കാസ്റ്റിൽ നമുക്ക് എക്കാറയെ പറ്റി കൂടുതലായി മനസ്സിലാക്കിയാലോ? തീർച്ചയായിട്ടും. Hello everyone, a very warm welcome to each and everyone to our another episode of our podcast, Kolo, the Voice of the Church, hosted by MCYM Eparchy, Saint Ephraim, Khadki, Pune. We are delighted to have each one of you along with us in this journey where we find out the true spirituality and the meaning of a Malankara Catholic liturgy. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിൽ നമ്മുടെ മലങ്കര ആരാധനക്രമം ഏറ്റവും മനോഹരമാക്കി തീർക്കുന്ന സംഗീതത്തിന്റെ വിവിധ രാഗങ്ങളെ പറ്റിയാണ്, നിറങ്ങളെ പറ്റിയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കൂടുതലായി അറിയുവാൻ ശ്രമിക്കുന്നത്. To guide us through this beautiful topic, we are honored to have our dear Reverend Father Joseph Malayatil, a Malankara professor of Major Seminary, belongs to Tiruvalla Archdiocese. Achan also holds a licentiate in the Oriental Liturgy from Rome. With his deep knowledge, he would be able to guide us deeply into the richness and spirituality of our musical tradition of Malankara and the Ekara. അച്ഛാ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ബ്രോഡ്കാസ്റ്റിന്റെ മുഖ്യ അതിഥിയായി വന്ന അച്ഛന് പൂന ഖഡ്കി ഭദ്രാസനത്തിന്റെ എല്ലാ യുവജനങ്ങളുടെയും പേരിലുള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അച്ഛനെ അതോടൊപ്പം ഈ ബ്രോഡ്കാസ്റ്റിലേക്ക് സ്വാഗതവും ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ സമയം കളയാതെ ഈ മനോഹരമായ സംഭാഷണത്തിലേക്ക് നമുക്ക് കടക്കാം. ഞാൻ ഷിബിൻ മാത്യു. ഞാൻ തോംസൺ തോമസ്. So Acha, as a child, I was always, mesmerized with the liturgical hymns that we used to have during the season of Good Friday, Easter, or Christmas, and even the evening prayer songs that we used to have. Could you please tell us the importance of these songs or the meanings of those songs in our daily life, and also the prayers that we usually do in these times? Thank you for your question. ഇതിന് ഉത്തരം പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു അഭിനന്ദനം നിങ്ങളെ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് പൂനെ ഖഡ്കി രൂപതയിലെ യുവജനങ്ങളുടെ ഈ ഒരു ഉദ്യമം, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളിലൂടെ നിങ്ങൾ നടത്തുന്നതായ ഈ ഉദ്യമം യഥാർത്ഥത്തിൽ ഒരു സുവിശേഷ പ്രഘോഷണം തന്നെയാണ്. അതിന് നിങ്ങൾ ഏറ്റെടുക്കുന്നതായ ത്യാഗത്തിന് ഞാൻ പ്രത്യേക അഭിനന്ദനങ്ങളും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നന്ദിയും അർപ്പിക്കുന്നു. ഇനി നിങ്ങൾ ചോദിച്ചതായ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് തന്നെ നമുക്ക് കടക്കാം. പ്രധാനമായും ലിറ്റർജിക്കൽ മ്യൂസിക്, ആരാധനാക്രമ സംഗീതം, ഇത് നമ്മെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ, പ്രത്യേകമായും പറഞ്ഞ മലങ്കര കത്തോലിക്ക വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കാത്ത, അല്ലെങ്കിൽ ജീവിതവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായ ഒരു യാഥാർത്ഥ്യമാണ്. സംഗീതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദൈവീകമാണ്. യഥാർത്ഥത്തിൽ ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നതിന് ഏറ്റവും നല്ല ഉപാധിയാണ് സംഗീതം എന്ന് പറയുന്നത്. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് ഒരു പ്രാവശ്യം പാടുന്നവൻ 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ തന്നെ വളരെയധികം സ്വാധീനിക്കുന്നതായ ഒരു സംഗീതം, അതിനെ സഭ നമ്മുടെ ആരാധനാക്രമത്തിലേക്ക് ലയിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പക്ഷേ ഒന്ന് ചിന്തിക്കുമ്പോൾ
ഇത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയതായ ഒരു കാര്യമല്ല. പഴയ നിയമ ചരിത്രം മുതൽ തന്നെ ഈ ഗാനത്തിനുള്ളതായ പ്രാധാന്യം നമ്മൾ വിശുദ്ധ ബൈബിളിലൂടെ മനസ്സിലാക്കുകയാണ്. പ്രത്യേകിച്ച് ആരാധനയ്ക്കായിട്ട് അവർ ഒരുമിച്ച് കൂടുമ്പോൾ സങ്കീർത്തനങ്ങൾ ആലപിച്ചിരുന്നു എന്നുള്ളതാണ് വിശുദ്ധ ബൈബിളിൽ നാം കാണുന്നത്. പുതിയ നിയമത്തിലേക്ക് തന്നെ കടന്നു വരുമ്പോഴും കർത്താവായ യേശുമിശിഹ തന്നെ തൻ്റെ പെസഹ ആചരണത്തിന് ശേഷം അപ്പോസ്തലന്മാരോട് ഒന്നിച്ച് സങ്കീർത്തനങ്ങൾ ആലപിച്ചിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ സങ്കീർത്തനത്തിന്, ഈ ഗാനങ്ങൾക്ക് വളരെ പ്രാധാന്യം പണ്ടു മുതലേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇത് 4-ാം നൂറ്റാണ്ടിന് ശേഷമാണ്, പ്രത്യേകിച്ച് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ സമയത്ത് മുതലാണ് ഈ ആരാധനാക്രമ സംഗീതത്തിന് കൂടുതൽ പ്രാധാന്യം കൈവരുന്നത്. സഭയ്ക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടി, സുവിശേഷം അനേകം പേര് ക്രൈസ്തവരായി തീരുന്നതായ സമയത്ത് ഈ ആരാധനാക്രമ സംഗീതത്തിന് ഒത്തിരിയേറെ പ്രാധാന്യം വന്നു. പ്രത്യേകിച്ച് പക്ഷെ അന്ന് ഈ ആരാധനാക്രമം ഒരു ചിട്ടപ്പെടുത്തിയതായ ഒരു ആരാധനാക്രമ സംഗീതമല്ലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് 6-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നു സേവേറിയോസ് ഓഫ് അന്ത്യോക്യയിലെ വിശുദ്ധ സേവേറിയോസ് ആണ് ഈ ആരാധനാക്രമ സംഗീതത്തിന് പുതിയ ഒരു മാനം നൽകുന്നത്. വിവിധ തരത്തിലുള്ളതായ ആരാധനാക്രമ സംഗീതങ്ങൾ ആരാധനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് ഏറ്റവും മനോഹരമായിട്ട് തന്നെ ആരാധനയിൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത് അന്ത്യോക്യയിലെ വിശുദ്ധ സേവേറിയോസ് ആണ്. പരിശുദ്ധ സഭയിൽ ഈ ആരാധനാക്രമത്തിനുള്ളതായ സ്ഥാനത്തെപ്പറ്റി, പ്രത്യേകിച്ച് സുറിയാനി സംഗീതത്തിനുള്ളതായ പ്രാധാന്യത്തെപ്പറ്റി നമുക്കെല്ലാം അറിയാം. ഇനിയും വത്തിക്കാൻ കൗൺസിൽ വരെ ഈ സംഗീതത്തെപ്പറ്റി അല്ലെങ്കിൽ ആരാധനാക്രമത്തിൽ സംഗീതം ഉപയോഗിക്കുന്നതിനെ പറ്റിയുള്ളതായ നിബന്ധനകളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ലക്ഷ്യത്തെപ്പറ്റി വത്തിക്കാൻ കൗൺസിൽ പ്രത്യേകിച്ച് സാക്രോസാന്തും കൊഞ്ചീലിയും എന്നുള്ളതായ ഡോക്യുമെൻറ്റിൽ പ്രത്യേകമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: ആരാധനാക്രമ സംഗീതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് രണ്ടാണ്. ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വമാണ്. സംഗീതത്തിലൂടെ, ആരാധനാക്രമത്തിൽ ഉപയോഗിക്കുന്നതായ സംഗീതത്തിലൂടെ ഒരു വിശ്വാസി ദൈവത്തെ മഹത്വപ്പെടുത്തുക, ഇതാണ് ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് വിശ്വാസികളുടെ വിശുദ്ധീകരണമാണ്. വിശ്വാസികളുടെ ആരാധനയിൽ വിശ്വാസികളുടെ ഹൃദയങ്ങൾ ദൈവത്തിങ്കിലേക്ക് ഉയർത്തി ഒരു ആത്മീയമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും അതോടൊപ്പം തന്നെ അതുമൂലം അവരുടെ വിശുദ്ധീകരണം, ഓരോ വിശ്വാസിയുടെയും വിശുദ്ധീകരണം സാധ്യമാവുകയാണ്. ഇതാണ് അടിസ്ഥാനപരമായി ആരാധനാക്രമ സംഗീതത്തിൻ്റെ ലക്ഷ്യമായിട്ട് വത്തിക്കാൻ കൗൺസിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. സുറിയാനി സംഗീതം വളരെ പ്രധാനപ്പെട്ടതാണ്. സുറിയാനി സഭാപിതാക്കന്മാർ എഴുതിയതായ ഗാനങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പരിശുദ്ധ കുർബാനയിലും നമ്മുടെ കൂദാശകളിലും പെരുന്നാളിലും എല്ലാം നാം ഉപയോഗിക്കുന്നത്. അപ്പോൾ അനേകം പ്രാർത്ഥനകളെല്ലാം നമുക്കുണ്ടെങ്കിലും അതിൻ്റെ ഇടയ്ക്കെല്ലാം തന്നെ ഈ ഗാനങ്ങളിലൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സഭ ഇതൊരു ആത്മീയമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഓരോ വിശ്വാസിയും ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്നും വേർതിരിക്കാനായിട്ട്, ഒഴിവാക്കാനായിട്ട് സാധിക്കാത്തതായ ഒന്നാണ് നമ്മുടെ ആരാധനാക്രമ സംഗീതം എന്ന് പറയുന്നത്. അത് നമ്മളെ ഏറ്റവും അനുഭവേദ്യമാകുന്നത് നമ്മുടെ കൂദാശകളിലും, പ്രത്യേകിച്ച് പെരുന്നാളുകൾ, ക്രിസ്മസ്, ഈസ്റ്റർ, മറ്റ് ദനഹ പെരുന്നാൾ, സ്വർഗാരോഹണ പെരുന്നാളുകൾ, അല്ലെങ്കിൽ ദുഃഖവെള്ളിയാഴ്ചയിലെ ശുശ്രൂഷ, ഇതെല്ലാം എപ്പോഴും നമ്മുടെ മനസ്സിൽ മാഞ്ഞു പോകാത്ത അനുഭവം ഉണ്ടാകുന്നതായ പാട്ടുകളാണ്. പ്രത്യേകിച്ച് ദുഃഖവെള്ളിയാഴ്ച നാം ആലപിക്കുന്നതായ ചില ഗാനങ്ങൾ, അത് കേൾക്കാനായിട്ട് തന്നെ, അത് പാടാനായിട്ട് തന്നെ നമ്മൾ ദേവാലയത്തിലായിരിക്കുക എന്ന ആഗ്രഹം തന്നെ നമുക്കെല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രാർത്ഥനയിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുള്ളതായ ഒരു ഉപാധിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഗാനങ്ങളെല്ലാം തന്നെ. That was truly beautiful, Acha. One thing that I always wanted to understand is what is ekara. നമ്മൾ ഈ എക്കാര എന്ന വാക്ക് നമ്മൾ എപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു ജെന്യൂൻ അർത്ഥം ഇതുവരെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അച്ഛന് അതിൻ്റെ ഒരു അർത്ഥവും അതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ യൂസേജും ഇൻ എ ലിറ്ററേച്ചർ ട്രഡീഷൻ എന്താണ് അച്ഛനൊന്ന് പറയാമോ? തോംസൺ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്.
എന്നെ സംബന്ധിച്ച് ഈ സെമിനാരിയിൽ ഈ ആരാധനാക്രമ സംഗീതം പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും ബ്രദേഴ്സ് ഇവിടേക്ക് കടന്നു വരുമ്പോൾ അവർക്കും ഒരു പുതുമയാണ്. എക്കാറ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതായ ആദ്യം വരുന്ന സമയത്ത് ഒരു പുതുമയായിരുന്നു. എന്നാൽ ഇതിൻ്റെ ആന്തരികമായ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാം ഇതൊരു വലിയൊരു അനുഭവമായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് എക്കാറ എന്ന് ആണ് ചോദിച്ചത്. എക്കാറ എന്ന് പറയുമ്പോൾ ഒരു ഗാനം, ആരാധനാക്രമത്തിലെ ഗാനം 8 നിറത്തിൽ പാടുന്നതിന് ഉപയോഗിക്കുന്നതാണ് എക്കാറ പ്രമാണം എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്നതായ ഗാനങ്ങൾ 8 തരത്തിൽ 8 നിറം എന്നാണ് പറയുന്നത്. പൂവിന് നിറമുള്ളതുപോലെ തന്നെ സംഗീതത്തിനും നിറമുണ്ട്. അപ്പം നിറം എന്നാണ് പറയുന്നത്. അപ്പം നിറം എന്ന് പറയുമ്പോൾ അതെന്താ നിറം എന്ന് പറയുന്ന നിറം അഥവാ കളർ എന്ന് പറയും. യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യൻ സംഗീതത്തിൽ ഇതിന് രാഗം എന്ന് പറയും. വെസ്റ്റേൺ സംഗീതത്തിൽ ഒക്ടോ എക്കോസ് എന്നാണ് പറയുന്നത്. അപ്പം അഷ്ടരാഗങ്ങൾ എന്ന് നമുക്കിതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ആരാധനാക്രമത്തിൽ ഉപയോഗിക്കുന്നതായ എല്ലാ ഗാനങ്ങളും 8 രീതിയിൽ 8 നിറത്തിൽ പാടാമെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സുറിയാനി സംഗീതത്തിൻ്റെ വലിയ ആഴമാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പോലും ചിലപ്പോൾ അറിയത്തില്ല. നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്നതായ ഗാനങ്ങൾ പൗലോസ് ശ്ലീഹ 8 നിറത്തിൽ പാടാം. പ്രത്യേകിച്ച് അൻപുടയോനെ എന്നുള്ളതായ ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷയിൽ നാം ഉപയോഗിക്കുന്നതായ ആ ഗാനം അപ്രേമിൻ്റെ ബൊവൂസോയാണ്. അപ്പോൾ അത് 8 നിറത്തിൽ പാടാം. അതോടൊപ്പം തന്നെ അഗ്നിമയന്മാരാരെ നോക്കിൽ വിറച്ചിടുന്നു എന്നുള്ളതായ ഗാനം യാക്കോബിൻ്റെ ബൊവൂസോയാണ്. അതും 8 നിറത്തിൽ പാടാം. അങ്ങനെ പക്ഷെ പലപ്പോഴും നമ്മൾ ഗായക സംഘമാണ് ഈ പാട്ടുകളെല്ലാം തന്നെ അവരുടേതായ രൂപേണ പാടുന്നതൊക്കെ. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ സുറിയാനി സഭാപിതാക്കന്മാർ നമുക്കായിട്ട് നൽകിയിട്ടുണ്ട്. 8 നിറങ്ങളായിട്ട് ഇത് പാടാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം അതുപോലെ തന്നെ നമ്മുടെ പ്രഭാത നമസ്കാരത്തിൽ ഉപയോഗിക്കുന്നതായ ഗാനങ്ങൾ, പരിചിതമായ ഗാനങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ കുക്കിലിയോൻ, യഖുബോ, കോലോ എന്ന് പറയുന്നതായ ഭാഗം, പിന്നെ ബോവൂസോ എന്ന് പറയുന്നതായ ഭാഗം. ഇനി കോലോ എന്ന് പറയുന്നതായ ഭാഗം നമ്മൾ ഉപയോഗിക്കുന്നത് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായിട്ട് നമസ്കാരത്തിന്, ഞായറാഴ്ച നമസ്കാരത്തിന് ഉപയോഗിക്കുന്നതായ, പ്രഭാത നമസ്കാരത്തിന് ഉപയോഗിക്കുന്നതായ ഗാനമാണ് താതൻ ശ്ലോമോ ഗബ്രിയേൽ എന്നുള്ളതായ ഗാനം. നിങ്ങൾ അതിൻ്റെ ഒരു ട്യൂണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമോ? നമ്മൾ സാധാരണ ചൊല്ലുന്ന താതൻ ശ്ലോമോ ഗബ്രിയേൽ എന്നുള്ളതായ ഗാനം നമുക്കറിയാവുന്നതായ, അല്ലെ സാധാരണ ഞായറാഴ്ച പാടുന്നതായ പാട്ടിൻ്റെ ഒരു 2 ലൈന് ഒന്ന് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമോ? ഒന്ന് ചൊല്ലിക്കോ, ട്രൈ ചെയ്തു. താതൻ ശ്ലോമോ ഗബ്രിയേൽ മൂലം ഓക്കെ, അത് ഈ താതൻ ശ്ലോമോ ഗബ്രിയേൽ എന്നുള്ളതായ ഈ നിറത്തിൻ്റെ 7ാമത്തെ നിറമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതുപോലെ തന്നെ 8 നിറങ്ങൾ മൊത്തം അതിൻ്റെ അകത്ത് ഉപയോഗിക്കാം. അതിൻ്റെ അകത്തെ ഒരു നിറമാണ് 3ാമത്തെ നിറം. ഞാനൊന്ന് പാടാം, നിങ്ങൾക്ക് പരിചിതമായൊരു ട്യൂണാണ്. ഇതുപോലെയുള്ള ട്യൂണ് പല കൂദാശകളിലും നമ്മുടെ പെരുന്നാളുകളിലും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വിവാഹ ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്നതായ ഒരു ഗാനം, പരിചിതമായൊരു ഗാനം നിങ്ങൾക്കറിയാം. പതിവ്രതയാം പരിപാവന സഭയെ വാനോൻ കാന്തൻ വരണം ചെയ്തു എന്നുള്ളതായ ഗാനം ഈ താതൻ ശ്ലോമോ ഗബ്രിയേലിൻ്റെ 3ാമത്തെ നിറമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ താതൻ ശ്ലോമോ ഗബ്രിയേൽ എന്നുള്ളതായ ഗാനവും പാടാം. താതൻ ശ്ലോമോ ഗബ്രിയേൽ മൂലം മേലിനാഥന്യ മറിയാമിനു നൽകപ്പെട്ടു തീപൂണ്ടോർമായിൽ തിങ്ങും ശ്ലോമോ ചൊന്നാൻ നാഥൻ നിൻ
കൂടെ തന്നോദയം നിന്നിൽ. അപ്പൊ ഇതാണ് ഈ താതൻ ശ്ലോമോ ഗബ്രിയേലിൻ്റെ മൂന്നാം നിറമാണ്. ഇതുപോലെ തന്നെ 8 നിറത്തിൽ ഈ ഗാനം ആലപിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുക്കിലിയോന് അത് പിന്നീട് പങ്കുവെക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം ഇതുപോലെ നമ്മുടെ എല്ലാ ഗാനങ്ങളെയും 8 നിറത്തിൽ പാടുന്നതിന് ഉപയോഗിക്കുന്ന രീതിയാണ് എക്കാറ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്കാറയുടെ ചരിത്രം പരിശോധിച്ചാൽ 6-ാം നൂറ്റാണ്ടിൽ ഈ സേവേറിയസ് ഓഫ് അന്ത്യോക്യയിലെ വിശുദ്ധ സേവേറിയസ് ആണ് ഇതിന് ഈ അഷ്ടരാഗങ്ങൾക്ക് ഒരാദ്യ രൂപം നൽകിയത് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ കാണുന്ന ഗ്രീക്ക് സഭയുടെ സ്വാധീനം ഉണ്ടായിരുന്നു ഈ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തി. ഗ്രീക്ക് സഭയിലും ഈ 8 അഷ്ടരാഗങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഒക്ടോ എക്കോസ് ഉപയോഗിക്കുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. ഇനി നമുക്ക് പരിചിതമായ ഗ്രിഗോറിയൻ ചാൻഡിലും ഈ 8 നിറങ്ങൾ അല്ലെങ്കിൽ 8 ഒക്ടോ എക്കോസ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അതാണ് ഈ എക്കാറയുടെ ഒരു ചരിത്രം. ഇനിയും ഇത് നമുക്ക് നൽകിയത് സേവേറിയസ് ഓഫ് അന്റിയോക്ക് എന്ന പിതാവ് മാത്രമല്ല, മറിച്ച് മാർ അപ്രേം, മാർ ബാലായി, മാർ യാക്കോബ്, ഇവരുടെ കോൺട്രിബ്യൂഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ യാക്കോബിൻ്റെ ബോവൂസോ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത്, നമുക്ക് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് ഉത്ഥാനത്താൽ തൻ സഭയെ ഡോനാം പുത്ര, ഇത് തന്നെ 8 നിറത്തിൽ പാടാം. ഇനി അപ്രേമിൻ്റെ ബോവൂസോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് അൻപുടയോനെ നിൻവാതിൽ എന്നുള്ളതായ ഗാനം നമ്മൾ സാധാരണ പാടുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ അകത്ത് ഈ 8 നിറങ്ങളിലും പല നിറങ്ങളും നമുക്കറിയാവുന്നതാണ്. ഉദാഹരണം, അൻപുടയോനെ നിൻവാതിൽ മുട്ടുന്നു ദാസർ നാദം, നമ്മൾ സാധാരണ പാടുന്നു. കർത്താവേ കൃപ ചെയ്യണമേ, കൈക്കൊണ്ടടിയാരുടെ കർമ്മം. കർത്താവേ കൃപ ചെയ്യണമേ, കൈക്കൊണ്ടടിയാരുടെ കർമ്മം. അൻപുടയോ നിൻ വാതിൽ മൂട്ടുന്നു ദാസർ നാദം. ഇതാണ് എക്കാറയുടെ ഒരു രൂപമായിട്ട് ഞാൻ പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു അച്ഛാ, എക്കാറയെ പറ്റി വിശദമായി അച്ഛൻ വിവരിച്ചതിന്. പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളുടെ ഒരു പുതിയ അറിവായിരുന്നു. അച്ഛാ, ഞങ്ങൾക്ക് മനസ്സിലാവാത്തൊരു കാര്യം, നമുക്ക് ഈ എക്കാറയ്ക്ക്, അതായത് സുറിയാനി സംഗീതത്തിന് വിവിധ രൂപങ്ങളുണ്ടല്ലോ, അച്ഛൻ അതിനെ പറ്റി ഒന്ന് വിവരിച്ചു തരാമോ ഞങ്ങൾ? സുറിയാനി സംഗീതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളുണ്ട്. കവിതാ രൂപങ്ങൾ ഒത്തിരിയേറെ ഉണ്ട്. അത് നമ്മുടെ കൂദാശകളിലും പെരുന്നാളുകളിലും എല്ലാം തന്നെ ഈ വിവിധ കവിതാ രൂപങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മുടെ വിശ്വാസികൾക്ക് ഇതെന്താണെന്ന് അറിയത്തില്ല. ചില വാക്കുകളൊക്കെ നമ്മുടെ കൂദാശക്രമത്തിലും പെരുന്നാളുകളിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ സുറിയാനി പദങ്ങളാണ്, അതെന്താണെന്ന് മനസ്സിലാകത്തില്ല. ഉദാഹരണമായിട്ട് മെമ്ര, തക്ഷപ്തോ, സൂഗീസോ, യക്കുബോ, ഇങ്ങനെയുള്ളതായ കുറേ പദങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഈ കവിതകളുടെ സുറിയാനി സംഗീതത്തിൻ്റെതായ വിവിധ രൂപങ്ങളാണ്. ഉദാഹരണം, ഈ മെമ്ര എന്ന് പറയും നമ്മുടെ പെരുന്നാളുകളിലൊക്കെ ചിലപ്പോൾ കാണുന്നതായ ഒരു കവിതാശകലമാണ് മെമ്ര എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആത്മീയ പ്രസംഗങ്ങൾ അഥവാ പ്രഭാഷണങ്ങൾ എന്നാണ് ഈ മെമ്ര എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റ് നമുക്ക് സുപരിചിതമായ മറ്റൊരു കവിതാ രൂപമാണ് മധുറോശോ എന്ന് പറയുന്നത്. മധുറോശോ എന്ന് പറയുന്നത് ഉപദേശം അഥവാ പഠിപ്പിക്കൽ എന്നാണ് അർത്ഥം. ഒരു കവിതയിലൂടെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, വിശ്വാസികളെ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നതാണ് മധുറോശോ എന്ന് പറയുന്നത്. അത് ഉദാഹരണമായിട്ട് നമ്മുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ നമ്മൾ ഉപയോഗിക്കുന്നതായ ചില പാട്ടുകൾ, മനസാലേ മരണം
രുചിച്ചോൻ മൃതരിൽ ആയുസിൻ ശരണം, വിതച്ചോൻ ധന്യൻ. അതുപോലെ തന്നെ മറ്റൊരു മധുരോശമാണ് നിൻ ശരണേ മൃതയാം ദാസിക്കുത്ഥാനം നവ്യതയേകട്ടെ. ഇനിയും മറ്റൊരു കവിതാ രൂപമാണ് സൂഗീസോ എന്ന് പറയുന്നത്. നമ്മൾ ദുഃഖവെള്ളിയാഴ്ച നിങ്ങൾ പങ്കെടുക്കുന്നതാണ്. ദുഃഖവെള്ളിയാഴ്ചയിൽ ഉപയോഗിക്കുന്ന കള്ളന്മാരുടെ സംവാദം, അതൊരു സൂഗീസോ എന്നാണ് അതിന് പറയുന്നത്. സുദീർഘമായ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ചേർക്കുന്നതായ, ആരാധനയിൽ ചേർക്കുന്നതായ പദ്യഭാഗമാണ് സൂഗീസോ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാവുന്ന വിവാഹത്തിൻ്റെ തന്നെ ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്നതായ ഒരു സൂഗീസാണ്, പരിചിതമായ ഒരു സൂഗീസ്. സഭയാം തിരുസഭയാമീ ഞാൻ അത്യുന്നതനുടെ മണവാട്ടി എന്ന് തുടങ്ങുന്നതായ ഗാനം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കള്ളന്മാരുടെ സംവാദം, ഇവയെല്ലാമാണ് സൂഗീസോ എന്നുള്ളതായ ആ ഒരു കവിതാ രൂപത്തിൽ നമ്മൾ കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ടതായ ഒരു കവിതാ രൂപമാണ് കോലോ എന്ന് പറയുന്നത്. നമുക്ക് സുപരിചിതമായ അനേകം കോലോകൾ എല്ലാ പ്രാർത്ഥനയിലുമുള്ളതാണ് കോലോകൾ എന്ന് പറയുന്നത്. അപ്പോൾ കോലോ എന്നുള്ളതായ പദത്തിൻ്റെ അർത്ഥം ശബ്ദം എന്നുള്ളതാണ്. കോലോ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാവുന്നതായ ഒരു കോലോ നിങ്ങളൊന്ന് ചൊല്ലാനായിട്ട് പറ്റുമോ? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന, നമ്മുടെ നമസ്കാരത്തിനൊക്കെ ഉപയോഗിക്കുന്നതായ ഒരു കോലോ, ഏതെങ്കിലും ഒരു കോലോ ഒന്ന് ചൊല്ലാവോ? കറക്റ്റ്. ഏറ്റിയൊരീധൂപം സ്വീകൃതമാകണമേ, അഹരോൻ മഷ്കൻ സബിനായിൽ കാട്ടിയ ധൂപസുഗന്ധത്തിൽ. ഓക്കെ, ഇത് നമുക്ക് സുപരിചിതമായ ഒരു കോലോ ആണ്. അങ്ങനെ അനേകം കോലോകൾ, എല്ലാ പ്രാർത്ഥനയിലും തന്നെ കോലോകൾ ഉണ്ടാകും. അത് പ്രത്യേകിച്ച് നമ്മുടെ സുറിയാനി സംഗീതത്തിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്ന, പ്രത്യേകിച്ച് കുക്കിലിയോൻ എന്ന് നിങ്ങൾ പറഞ്ഞു. കുക്കിലിയോൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, സാധാരണ കുക്കിലിയോൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ പാട്ട് മാത്രമായിട്ട് കൂട്ടുകയുള്ളൂ. നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേ ലൂയോ ഹാലേ ലൂയ, നിൻവല ഭാഗേ രാജഭാമിനിയും. പലപ്പോഴും നമ്മൾ നമുക്കുള്ള തെറ്റിദ്ധാരണയാണ് ഈ ആദ്യത്തെ ഈ 4 ലൈനാണ് കുക്കിലിയോൻ എന്ന് പറയുന്നത്. അതിന് പെദ്ഗോമോ എന്നാണ് പറയുന്നത്, സങ്കീർത്തന ഭാഗം മാത്രമാണ്. എന്നാൽ അതിനെ തുടർന്ന് വരുന്നതായ എഖ്ബോ, കോലോ, ബോവൂസോ, ഇത്രയും കൂടി ചേർന്നതാണ് ഒരു കുക്കിലിയോൻ എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ആദ്യത്തെ ആ ഭാഗം മാത്രമേ ഒരു കുക്കിലിയോൻ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നുള്ളൂ. കവിതാരൂപത്തിൻ്റെ അത് വേറൊരു കവിതാരൂപമാണ് ഈ കോലോ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു കവിതാരൂപമാണ് എനിയോനോ എന്ന് പറയുന്നത്. എനിയോനോ എന്ന് പറയുന്ന പ്രതിവാക്യം ചൊല്ലുന്നതായ രീതിയാണ്. അത് ഉദാഹരണമായിട്ട് നമ്മുടെ ഭാഗ്യം ദേ മിശിഹ തന്മണവാട്ടി, അത് നിങ്ങളൊന്ന് ചൊല്ലിക്കുക. ഭാഗ്യം ദേ മിശിഹ തന്മണവാട്ടി. ഭാഗ്യം ദേ മിശിഹ തന്മണവാട്ടി, ആകും സഭയെ തവ വരനില്ലം ദിന്നീശോ കൃപ ചെയ്യടിയാരിൽ. ഓക്കെ, അതിൻ്റെ അവസാനം ഓരോ പാട്ടിനും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഓരോ ലൈൻ്റെയും എൻഡിങ്ങിൽ നാഥ കൃപ ചെയ്തിടണമേ, അങ്ങനെ ഓരോന്നിൻ്റെയും അവസാനം പ്രതിവാക്യമായിട്ടുള്ളതാണ്. ഇതിനാണ് എനിയോനോ എന്ന് പറയുന്നത്. എനിയോനോയുടെ ഒരു പ്രത്യേകത, എനിയോനോയ്ക്ക് മറ്റ് എക്കാറായുടെ നിറങ്ങൾ ബാധകമല്ല. ഒരു രൂപേണ മാത്രമേ പാടാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിന് 8 നിറത്തിൽ പാടാനായിട്ട് സാധിക്കത്തില്ല എനിയോനോയ്ക്ക്. അത് ഒരു പ്രത്യേകതയാണ്.
ഇനി മറ്റൊരു കവിതാ രൂപമാണ് സേബൽസോ എന്ന് പറയുന്നത്. വാങ്ങിപ്പോയതായ നമ്മുടെ പിതാക്കന്മാരെയും അതോടൊപ്പം തന്നെ ദൈവമാതാവിനെയും പരിശുദ്ധന്മാരെയും പ്രത്യേകമായിട്ട് പ്രതിപാദിക്കുന്നതായ പദ്യഭാഗത്തിനാണ് സേബൽസോ എന്ന് പറയുന്നത്. മറ്റൊരു കവിതാരൂപമാണ് ബോവൂസോ എന്ന് പറയുന്നത്. നമുക്ക് സുപരിചിതമായ ബോവൂസോകൾ ഉണ്ട്. ബോവൂസോ എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം പെറ്റീഷൻ എന്നാണ്, അപേക്ഷ എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാവുന്നതായ ബോവൂസോ, ബാലായുടെ ബോവൂസോ, ദുഷ്ടന്മാരിൽ കാരുണ്യം പൂണ്ടോനെ കാരുണ്യം നിന്യായ തീർപ്പിന്നാൾ എന്ന് തുടങ്ങുന്നതായ ബോവൂസോ ഉണ്ട്. അതുകൂടാതെ യാക്കോബിൻ്റെ ബോവൂസോ ഉണ്ട്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഉത്ഥാനത്താൽ ചേർക്കുക നാഥ എന്ന് തുടങ്ങുന്നതായ ബോവൂസോ ഉണ്ട്. അതുകൂടാതെ തന്നെ അപ്രേമിൻ്റെ ബോവൂസോ ഉണ്ട്. അത് നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞത് അൻപുടയോനെ നിൻവാതിൽ എന്നുള്ളതായ ഗാനമാണ് അതിനുദാഹരണം. അല്ലെങ്കിൽ കർത്താവേ കൃപ ചെയ്യണമേ കൈക്കൊണ്ടടിയാരുടെ കർമ്മം എന്ന് നമ്മൾ പാടുന്നതായ അപ്രേമിൻ്റെ ബോവൂസോ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി മറ്റൊരു കവിതാ രൂപമാണ് മാനീസോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആരാധനാക്രമ സംഗീതത്തിൽ, ആരാധനാക്രമത്തിൽ അനേകമിടത്ത് ഈ മാനീസോകൾ വരും. അതിൻ്റെ ഒരു ഉദാഹരണം, പാടേയൻ തിന്മകളെ കഴുകുക നാഥ, സെഹിയോൻ കോട്ടയിൽ നിന്ന് യേശു എന്ന് തുടങ്ങുന്നത് പോലെ ആ ഒരു ട്യൂണിൽ വരുന്നതായ ഗാനമാണ്. നമ്മുടെ പല പല കൂദാശകളിലും എല്ലാം തന്നെ ഈ മാനീസോ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് മറ്റൊരു കവിതാ രൂപമാണ്, ഈ എക്കാറയിലെ മറ്റൊരു കവിതാ രൂപമാണ്. അതുപോലെ തന്നെ വരുന്നതാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് തക്ഷബ്ദോ എന്നുള്ളതായ ഒരു കവിതാരൂപം. ഈ മാനീസോ പോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരു രാഗമാണ് ഈ തക്ഷബ്ദോ എന്ന് പറയുന്നത്. നമ്മൾ പാടുന്നതായ സ്ഥാനഭ്രംശത്താൽ സൃഷ്ടി അഖിലം ഭ്രമപർവം മറിയുമ്പോൾ ദിനകരനമ്പിളി താരകളും എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ആരാധനാക്രമത്തിൽ ഉപയോഗിക്കുന്നതായ ഗാനങ്ങളെല്ലാം തന്നെ ഈ തക്ഷബ്ദോ എന്നുള്ളതായ വിഭാഗത്തിൽ വരും. മറ്റൊരു കവിതാരൂപമാണ് കോനൂനോ യൗനോനോ എന്ന് പറയുന്നതായ ഒരു രൂപമാണ്. അത് അധികം ഉപയോഗിക്കുന്നില്ല എങ്കിലും നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ പെരുന്നാളുകളിലും പള്ളി കൂദാശയ്ക്കും പട്ടംകൊട ശുശ്രൂഷയ്ക്കുമൊക്കെയാണ് ഈ കോനൂനോ യൗനോനോ എന്നുള്ളതായ ഈ കവിതാ രൂപം ഉപയോഗിക്കുന്നത്. പ്രത്യേക മാത്രകളൊന്നും ഇതിനില്ല എങ്കിലും ഇത് പ്രത്യേകമായിട്ട് പാടാനായിട്ട് അല്ലെങ്കിൽ രാഗങ്ങളായിട്ട് പാടാനായിട്ട് സാധിക്കത്തില്ല എങ്കിലും ഇത് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നതാണ് എന്ന് മാത്രം. മറ്റൊരു പ്രധാനപ്പെട്ടതായ രൂപമാണ് മാവുർബോ എന്ന് പറയുന്നതായ ഒരു കവിതാരൂപം. അത് പ്രധാനമായിട്ടും മാതാവിൻ്റെ ആയിട്ടാണ് അറിയപ്പെടുന്നത്. മറിയം പറഞ്ഞത് എന്തെന്നാൽ എൻ്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു എന്നുള്ളതായ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം സ്തുതിപ്പ് എന്നുള്ളതാണ്. അപ്പോൾ ഈ മറിയം, നമ്മൾ ചില പ്രാർത്ഥനകളൊക്കെ മറിയം പറഞ്ഞത് എന്തെന്നാൽ എന്ന് തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരു പ്രെയർ ഉണ്ടാകും. അപ്പോൾ പിന്നെയും ബാക്കി ആ മറിയത്തിൻ്റെ സ്തുതിപ്പ് പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നു. ആ രൂപേണ ക്രമീകരിച്ചിരിക്കുന്നതാണ് മാവുർബോ എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യമാണ് ഈ കവിതാ രൂപത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ടതാണ് കുക്കിലിയോൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും സുപരിചിതമാണ് കുക്കിലിയോൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കറിയാവുന്നതായ ഒരു കുക്കിലിയോന് ആരുടെ കുക്കിലിയോനാണ്? നിങ്ങൾ സാധാരണഗതിയിൽ വിശുദ്ധ കുർബാനയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഉപയോഗിക്കുന്നതായ കുക്കിലിയോന് ആരുടെയൊക്കെ കുക്കിലിയോനാണ് അവിടെ മുകളിൽ എഴുതിയിട്ടുണ്ടാകും. സാധാരണ ഇത് ആരാണ് നിങ്ങൾക്കറിയാവുന്ന? ദൈവമാതാവിൻ്റെ കുക്കിലിയോൻ, വിശുദ്ധന്മാരുടെ കുക്കിലിയോന്, മരിച്ചവർക്ക് വേണ്ടിയുള്ള കുക്കിലിയോൻ, വാങ്ങിപ്പോയ ആചാര്യന്മാർക്കുള്ള കുക്കിലിയോന്, സ്ലീബായുടെ കുക്കിലിയോന്. അപ്പോൾ ഇവയെല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. സാധാരണ ശുശ്രൂഷയിലെല്ലാം തന്നെ ഉപയോഗിക്കുന്നതാണ് കുക്കിലിയോൻ എന്ന് പറയുന്നത്. കുക്കിലിയോൻ എന്നുള്ളതായ പദത്തിൻ്റെ അർത്ഥം ചെറിയ പ്രാർത്ഥന, ലിറ്റനി എന്നുള്ളതാണ് കുക്കിലിയോൻ എന്നുള്ളതായ പദത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ അതിൻ്റെ ഓർഡർ, സ്ട്രക്ചർ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചൊരു കുക്കിലിയോൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു.
മറ്റൊരു പ്രധാനപ്പെട്ടതായ കവിതാ രൂപമാണ് യക്കുബോ എന്ന് പറയുന്നത്. യക്കുബോ എന്ന് പറയുന്നത് ചരണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ സാധാരണ പാടുന്നതായ ഒരു യക്കുബോ ഏതാ? ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞോരു ദാസരനിൽ ജീവസ്വരമതുണർത്തണമേ കബറിന്നും പറുദേശായി. അപ്പൊ അങ്ങനെ വിവിധങ്ങളാകുന്ന കവിതാ രൂപങ്ങൾ തന്നെ നമ്മുടെ ഈ ആരാധനാ ക്രമത്തിൽ തന്നെ പലയിടങ്ങളിലായിട്ട് കൂദാശകളിലും പെരുന്നാളുകളിലും നമ്മുടെ നമസ്കാരങ്ങളിലും എല്ലാം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും നമുക്കത് മനസ്സിലാകുന്നില്ല, അല്ല മനസ്സിലാകാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇത് കൂടാതെ തന്നെ അനേകം ഈ രാഗങ്ങൾ, ഇതൊന്നും പെടാത്തതായ അനേകം ഗാനങ്ങളും എല്ലാം തന്നെ നമ്മൾ ഈ ആരാധനാക്രമത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ 8 നിറങ്ങൾ അല്ലാത്തതായ അല്ലെങ്കിൽ ഒരു നിറം മാത്രമായ ഗാനങ്ങളും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ച് ചില ഗാനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതായ ചില ഗാനങ്ങൾക്ക് ആ ഒരു നിറം മാത്രമേ ഉള്ളൂ. ഞാൻ യൂദപുരേ ബേത്ലേമിൽ ചെന്നപ്പോൾ കന്യകയാമൊരുവനെ ഞാൻ കണ്ടു. അങ്ങനെയുള്ളതായ ഗാനങ്ങൾ, ഇത് ക്രിസ്മസിന് യൽദാ പെരുന്നാളിന് നമ്മൾ ഉപയോഗിക്കുന്നതായ ഗാനങ്ങൾ. അങ്ങനെ ചില ഗാനങ്ങൾ ആ ഒരു നിറം മാത്രമേ ഉള്ളൂ, അതിനെ വേറെ ഉപയോഗിക്കാൻ പറ്റത്തില്ലാതെ ഈ 8 നിറങ്ങളിൽ ഉൾപ്പെടാനായിട്ട് ഇടയില്ലാത്തതായ ഗാനങ്ങളും ഒത്തിരിയേറെ ഉണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് നമ്മുടെ പെരുന്നാളുകൾ, യൽദാ പെരുന്നാളിന് 1ാമത്തെ നിറമാണ്, ദനഹ പെരുന്നാളിന് 2ാമത്തെ നിറമാണ്, മായൽത്തോ പെരുന്നാളിന് 3ാമത്തെ നിറമാണ്. പിന്നീട് വരുന്നതായ സൂബോറോ പെരുന്നാളിന് 4ാമത്തെ നിറമാണ്. 5ാമത്തെ നിറം ഉപയോഗിക്കുന്ന സൂലോക്കോ പെരുന്നാളിന് 5ാമത്തെ നിറം ഉപയോഗിക്കുന്നുണ്ട്. മറുരൂപ പെരുന്നാൾ അഥവാ തേജസ്കരണ പെരുന്നാളിന് 6ാം നിറമാണ് ഉപയോഗിക്കുന്നത്. ശൂനോയോ പെരുന്നാളിന് 7ാം നിറമാണ് ഉപയോഗിക്കുന്നത്. സ്ലീബ പെരുന്നാളിന് 8ാം നിറമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു വർഷം മുഴുവനും ഈ ഓരോ പെരുന്നാളിലും ഓരോ നിറമാണ് ക്രമമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഫിക്സഡ് ആണ്, ഇതിൻ്റെ അകത്ത് വ്യത്യാസമില്ല. അതുപോലെ തന്നെ നമ്മുടെ കൂദാശകളിലും മാമോദീസായ്ക്കും അതോടൊപ്പം തന്നെ മറ്റ് കൂദാശകൾക്കും എല്ലാം തന്നെ ഫിക്സഡ് ആയിട്ടുള്ള നിറമാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ മൃതസംസ്കാര ശുശ്രൂഷയിലും ഫിക്സഡ് ആയിട്ടുള്ള നിറമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ അനുദിനമുള്ളതായ പ്രാർത്ഥന, പ്രത്യേകിച്ച് ശീമോ നമസ്കാരം, അനുദിന പ്രാർത്ഥനകൾ സന്യാസ ഭവനങ്ങളിലും സെമിനാരികളിലുമൊക്കെയാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ആ ശീമോ നമസ്കാരം ഉപയോഗിക്കുന്നതായ ഘട്ടത്തിലാണ് എല്ലാ ദിവസവും നിറങ്ങൾ മാറി മാറി ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ആഴ്ചയിൽ നിറങ്ങൾ മാറി ഉപയോഗിക്കും. ഒരു നിറം ആരംഭിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ സഭാവത്സരം തുടങ്ങുന്നത് കൂദോശീത്തോ ഞായറാഴ്ചയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ കൂദോശീത്തോ ഞായറാഴ്ചയുടെ വൈകുന്നേരം, അതായത് തിങ്കളാഴ്ച സന്ധ്യയുടെ നമസ്കാരം ആരംഭിക്കുന്നത് 1ാം നിറത്തിലാണെങ്കിൽ തിങ്കളാഴ്ച സന്ധ്യ അടുത്ത ദിവസം സന്ധ്യയ്ക്ക് 5ാം നിറമാണ്. അപ്പോൾ ആ ദിവസം ഇനി ബുധനാഴ്ച വരുമ്പോൾ 1ാം നിറം, വ്യാഴാഴ്ച വരുമ്പോൾ 6ാം നിറം, വെള്ളിയാഴ്ച വരുമ്പോൾ 4ാം നിറം, ശനിയാഴ്ച വരുമ്പോൾ 7ാം നിറം. ഈ ഒരു ക്രമത്തിലായിരിക്കും ഒരാഴ്ച മുഴുവൻ ഉപയോഗിക്കുന്നത്. അടുത്ത ആഴ്ച വരുമ്പോൾ, അടുത്ത ഞായറാഴ്ച സന്ധ്യയാവുമ്പോൾ 2ാം നിറം ഉപയോഗിക്കും. അപ്പോൾ തിങ്കളാഴ്ച 6ാം നിറം ഉപയോഗിക്കും. അപ്പോൾ ആ ആഴ്ച ആ ഒരു ക്രമത്തിൽ പോവും. അതിൻ്റെ അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്കും 3ാം നിറം ആരംഭിക്കും. അങ്ങനെ ഒരു സീസൺ മുഴുവനും തന്നെ ഈ നിറങ്ങൾ അനുസരിച്ചായിരിക്കും നമ്മുടെ പ്രാർത്ഥനകളെല്ലാം പോകുന്നത്. ഇനി മറ്റൊരു പ്രത്യേകത, നിറങ്ങൾ സാധാരണഗതിയിൽ മാറുന്നതായ നിറങ്ങൾ ഉപയോഗിക്കുന്നത് 3-ാം മണി, 6-ാം മണി, 9-ാം മണി, രാത്രി പ്രാർത്ഥന, ഇവയിലാണ് സാധാരണഗതിയിൽ ഓരോ നിറം മാറി മാറി ഉപയോഗിക്കുന്നത്. എന്നാൽ സാധാരണ ഉപയോഗിക്കുന്നതായ സന്ധ്യാ നമസ്കാരത്തിൽ ഫിക്സഡ് ആയിട്ടുള്ളതായ നിറമാണുള്ളത്. സന്ധ്യാ നമസ്കാരം, സൂത്താറ നമസ്കാരം, പ്രഭാത നമസ്കാരം, ഇവ ചൊല്ലുന്നതായ സമയത്ത് നിറങ്ങൾ മാറുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഞായറാഴ്ച
കെംദ പ്രാർത്ഥനയിൽ സന്ധ്യാ നമസ്കാരത്തിനും പ്രഭാത നമസ്കാരത്തിലും ഈ നിറങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇട ദിവസങ്ങളിൽ ഈ നിറങ്ങൾ ഈ സന്ധ്യാ നമസ്കാരത്തിനും പ്രഭാത നമസ്കാരത്തിനും സൂത്താറ നമസ്കാരത്തിനും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ പൊതുവായ ഒരു നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിറങ്ങളെല്ലാം തന്നെ നമ്മുടെ സഭയിൽ ഉപയോഗിക്കേണ്ടതാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ മറ്റ് സഹോദരി സഭകളിലെല്ലാം ഉപയോഗിക്കുമ്പോഴും നമ്മൾ ഈ ഒരു പാരമ്പര്യം തുടരുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇപ്പോൾ സെമിനാരികളിലും സന്യാസ ഭവനങ്ങളിലുമൊക്കെ ഒരുവിധമെങ്കിലും ഈ നിറങ്ങൾ അനുസരിച്ച് തന്നെ നമ്മുടെ യാമ നമസ്കാരങ്ങളിലൊക്കെ ചൊല്ലാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. That was truly eye-opening, Acha. Acha, throughout this podcast, അച്ഛൻ പറഞ്ഞത് എക്കാരനെ കുറിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാട്ട് നമുക്ക് 8 രാഗങ്ങളിൽ പാടാമെന്നാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഈ കുക്കിലിയോണ്ട് ഒരു 8 രാഗം അച്ഛൻ നമുക്ക് വേണ്ടി ഒന്ന് പാടാമോ? തീർച്ചയായിട്ടും. ഒന്നാമത്തെ നിറം ഇതാണ്. നിന്നാൾ സ്തുതിയൊടു രാജമകൾ ഹാലേലൂയാ ഓ ഹാലേലൂയാ നിൻ വലഭാഗെ രാജഭാമിനിയും. അതൊന്നാം നിറം. രണ്ടാം നിറമാണ് നിന്നാൾ സ്തുതിയൊടു രാജമകൾ ഹാലേലൂയാ നിൻ വലഭാഗെ രാജഭാമിനിയും. മൂന്നാം നിറം നിന്നാൾ സ്തുതിയൊടു രാജമകൾ ഹല്ലേലൂയാ നിൻ വലഭാഗെ രാജഭാമിനിയും. നാലാം നിറം നിന്നാൾ സ്തുതിയൊടു രാജമകൾ ഹല്ലേലൂയാ നിൻ വലഭാഗെ രാജഭാമിനിയും. അഞ്ചാം നിറം നിന്നാൾ സ്തുതിയൊടു രാജമകൾ ഹാലേലൂയാ നിൻ വലഭാഗെ രാജഭാമിനിയും. ആറാം നിറം നിന്നാൾ സ്തുതിയൊടു രാജമകൾ ഹാലേലൂയാ നിൻ വലഭാഗെ രാജഭാമിനിയും. ഏഴാം നിറം നിന്നാൾ സ്തുതിയൊടു രാജമകൾ ഹാലേലൂയാ ഹാലേലൂയാ നിൻ വലഭാഗെ രാജഭാമിനിയും. എട്ടാം നിറം നിന്നാൾ സ്തുതിയൊടു രാജമകൾ ഹാലേലൂയാ നിൻ വലഭാഗെ രാജഭാമിനിയും. ഇതാണ് കുക്കിലിയോന്റെ 8 നിറങ്ങൾ. അതുപോലെ അച്ഛൻ കൂക്കോയോയുടെ നിറങ്ങളും കൂടെ ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി പാടാമോ? കൂക്കോയോ നിറം സാധാരണഗതിയിൽ നമ്മൾ ചൊല്ലുന്നത് കൂക്കോയോ നമ്മൾ അറിയപ്പെടുന്ന യജമാനൻ വരുമന്നേരം ഉണർവുള്ളവരാ എന്നുള്ളതായ ഗാനമാണ്. ഞായറാഴ്ച സന്ധ്യാ നമസ്കാരത്തിൽ കൂക്കോയോ നിറം നമ്മൾ ചൊല്ലുന്നുണ്ട്. നിൻമുറിവുകളിൽ നേറ്റേൻ മൂറോൻ മണമെന്നാഥ എന്നുള്ളതായ ഗാനം. അപ്പോൾ അതിൻ്റെ ആ പാട്ടിൻ്റെ ഒരു 8 നിറമായിട്ട് അത് യജമാനൻ വരും അന്നേരം എന്നുള്ളതായ ഗാനം നമുക്ക് പാടാവുന്നതാണ് ആ നിറത്തിൽ തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു 8 നിറം നമുക്കൊന്ന് പാടി നോക്കാം. കൂക്കോയോ ഒന്നാം നിറം. നിൻമുറിവുകളിൽ നേറ്റേൻ മൂറോൻ മണമെൻ നാഥ നിന്നധരങ്ങളഹോ പട്ടിൻ നൂലോടൊത്തുള്ളോ കാൺമാൻ വന്നോ എന്നെ പടർച്ചൂറ്റി ഗോകുൽ തായി അവരെ വിട്ടോടി
നിന്മാർവു തുറന്നും രക്തം വാർന്നും കണ്ടേ ഞാൻ കുരിശാലടിയാരെ കാക്കും നാഥനായി സ്തോത്രം. ഹാലേലൂയാ അട്ടഹസിക്കുന്നേ. രണ്ടാം നിറം നമ്മൾ സാധാരണ ചൊല്ലുന്നതായ ഒരു ഗാനമുണ്ട്, പ്രത്യേകിച്ച് മാമോദീസായുടെ സമയത്ത് ചേർത്തു സലിലം യോഹന്നാൻ എന്നുള്ളതായ ഗാനമാണ്. അതാണ് ബേസിക് ടോൺ. രണ്ടാമത്തെ നിറം അതാണ്. അത് നിൻമുറിവുകളിൽ നേറ്റൻ എന്നുള്ളതായ ഗാനം രണ്ടാം നിറത്തിൽ എങ്ങനെ പാടാമെന്ന് നമുക്ക് നോക്കാം. നിൻമുറിവുകളിൽ നേറ്റേൻ റോന്മണമെന്നാഥ നിന്നാധരങ്ങളഹോ പാട്ടിൻ നൂലോടൊത്തുള്ളു കാൺമാൻ വന്നോ എന്നെ പടർ ചുറ്റി ഗോകുൽ തായി അവരെ വിട്ടോടി നിന്മാർവു തുറന്നും രക്തം വാർന്നും കണ്ടേ ഞാൻ കുരിശാലടിയാരെ കാക്കും നാഥനായി സ്തോത്രം. ഹാലേലൂയാ അട്ടഹസിക്കുന്നേ. മൂന്നാം നിറം നമ്മൾ അധികം ഉപയോഗിക്കുന്നതായ ഒരു ട്യൂണല്ല, എങ്കിലും വളരെ മനോഹരമായ ഒരു ട്യൂണാണ്. നിൻമുറിവുകളിന്നേറ്റേൻ മൂറോൻ മണമെന്നാഥ നിന്നധരങ്ങളഹോ പട്ടിൻ നൂലോടൊത്തുള്ളു കാൺമാൻ വന്നോരെന്നെ പടർ ചുറ്റി ഗോകുൽ തായിക്കവരെ വീട്ടോടി നിന്മാർവു തുറന്നും രക്തം വാർന്നും കണ്ടേ ഞാൻ കുരിശാലടിയാരെ കാക്കും നാഥനായി സ്തോത്രം. ഹാലേലൂയാ അട്ടഹസിക്കുന്നേ. അതാണ് മൂന്നാം നിറം. നാലാം നിറം നമുക്കെല്ലാം സുപരിചിതമായ ഒരു ട്യൂണാണ്. പ്രത്യേകിച്ച് ഹാസ്യ ആഴ്ചയിൽ പാടുന്നതായ ഒരു ഗാനമുണ്ട്. അപ്പോൾ ഓശാന തിരുനാളിൽ നമ്മൾ പാടുന്നതായ കൂക്കോയോ ഗാനമുണ്ട്. എല്ലാവർക്കും സുപരിചിതമായൊരു ഗാനമാണ്. ഇതാണ്: ബാലകരോടായി വൃദ്ധന്മാരോദീ പോയിടുവിൻ എന്നുള്ളതായ ഗാനം നിൻമുറിവുകളിൽ നേറ്റേൻ. അതെങ്ങനെ പാടാമെന്ന് നമുക്ക് നോക്കാം. നിൻമുറിവുകളിൽ നേറ്റേൻ മൂറോന്മാണമെന്നാഥ നിന്നധരങ്ങളഹോ പാട്ടിൻ നൂലോടൊത്തുള്ളു കാൺമാൻ വന്നോ എന്നെ പടർ ചുറ്റി ഗോകുൽ തായി അവരെ വിട്ടോടി നിന്മാർവു തുറന്നും രക്തം വാർന്നും കണ്ടേ ഞാൻ കുരിശാലടിയാരെ കാക്കും നാഥൻ നായ് സ്തോത്രം. ഹാലേലൂയാ അട്ടഹസിക്കുന്നേ. അതാണ് നാലാം നിറം. ഇനിയും അഞ്ചാം നിറം നമ്മുടെ സ്ത്രീകളുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ നമ്മൾ ആലപിക്കുന്ന ഒരു പൂക്കോയാണ്. പടുവൃദ്ധതയിൽ കാനാനിൽ മൃതയാ സാറായേ എന്ന് തുടങ്ങുന്നതായ ആ ഗാനത്തിൻ്റെ ട്യൂണിൽ അഞ്ചാം നിറത്തിൽ നിൻമുറിവുകളിൽ നേറ്റേൻ ഒന്ന് പാടാം നമുക്ക്. നിൻമുറിവുകളിൽ നേറ്റേൻ മൂറോന്മാണമെൻ നാഥ നിന്നധരങ്ങളഹോ പട്ടിന്നൂലോടൊത്തുള്ളു കാൺമാൻ വന്നോ എന്നെ പടർ ചൂറ്റി
ഗോകുൽ തായി ക്യാവരെ വീട്ടോടി നിന്മാർവു തുറന്നും രക്തം വാർന്നും കണ്ടേ ഞാൻ കുരിശാലടിയാരെ കാക്കും നാഥൻ നായ് സ്തോത്രം ഹാലേലൂയാ ആട്ടഹസിക്കുന്നേ. ആറാം നിറവും ഉപയോഗിക്കുന്നതായ ട്യൂണല്ല, എങ്കിലും വളരെ മനോഹരമായ ഒരു ഈണത്തിലാണ് ആറാം നിറം ഉള്ളത്. നിൻമുറിവുകളീന്നേറ്റേൻ മൂറോൻ മണമെന്നാഥ നിന്നധരങ്ങളകോപ്പത്തിന്നൂലോടൊത്തുള്ളു കാൺമാൻ വന്നോ എന്നെ പടർച്ചൂറ്റി ഗോകുൽ തായി ക്യാവരെ വീട്ടോടി നിന്മാർവു തുറന്നും രക്തം വാർന്നും കണ്ടേ ഞാൻ കുരിശാലടിയാരെ കാക്കും നാഥനായി സ്തോത്രം ഹാലേലൂയാ ആട്ടഹസിക്കുന്നേ. ഏഴാം നിറം നമുക്കറിയാവുന്നതായ ട്യൂണാണ്. പ്രത്യേകിച്ച് വിവാഹ ശുശ്രൂഷയിൽ നമ്മൾ പാടുന്നതായ ഗാനമാണ് ശ്ലേമോൻ രാജൻ വിമല സഭ എന്നുള്ളത്. പക്ഷെ പലപ്പോഴും ഗായക സംഘം ഈ ഒരു ഗാനം മാറ്റിയാണ്, നിറം മാറ്റിയാണ് ചൊല്ലുന്നത്. പക്ഷേ അത് ചൊല്ലുന്നതായ നിറം ഇതാണ്. വിവാഹ ശുശ്രൂഷയിൽ ചൊല്ലുന്നത് ഏഴാം നിറമാണ്. അതിപ്രകാരമാണ്: ശ്ലേമോൻ രാജൻ വിമല സഭേ നിന്നെ ശ്ലാഘിപ്പൂ. ആ ഒരു ട്യൂണിൽ നിൻമുറിവുകളിൽ നേറ്റൻ എന്നുള്ളതായ ഗാനം നമുക്ക് ചൊല്ലാം. നിൻമുറിവുകളിൽ നേറ്റേൻ മൂറോൻ മണമെൻ നാഥ നിന്നധരങ്ങളഹോപട്ടിൻ നൂലോടൊത്തുള്ളു കാൺമാൻ വന്നോ എന്നെ പടർച്ചൂറ്റി ഗോകുൽ തായി ക്യാവരെ വീട്ടോടി നിന്മാർവു തുറന്നും രക്തം വാർന്നും കണ്ടേ ഞാൻ കുരിശാലടിയാരെ കാക്കും നാഥനായി സ്തോത്രം ഹാലേലൂയാ ആട്ടഹസിക്കുന്നേ. അത് ഏഴാം നിറമാണ്. ഇനി എട്ടാം നിറവും നമ്മൾ ഉപയോഗിക്കുന്നതായ ഒരു ട്യൂണ് തന്നെയാണ്, എങ്കിലും അധികം ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം. നിൻമുറിവുകളിൽ നേറ്റേൻ മൂറോൻ മണമെന്നാഥ നിന്നധരങ്ങളകോപട്ടിൻ നൂലോടൊത്തുള്ളു കാൺമാൻ വന്നോ എന്നെ പടർച്ചൂറ്റി ഗോകുൽ തായി ക്യാവരെ വിട്ടോടി നിന്മാർവു തുറന്നും രക്തം വാർന്നും കണ്ടേ ഞാൻ കുരിശാലടിയാരെ കാക്കും നാഥനായി സ്തോത്രം ഹാലേലൂയ ആട്ടഹസിക്കുന്നേ. ഇതാണ് നമ്മുടെ കൂക്കോയുടെ 8 നിറങ്ങൾ. Acha, thank you so much for taking out your valuable time for this beautiful topic. Your insights have definitely helped us in understanding the spirituality and the importance and the richness of Ekara and music of a Malankara Catholic liturgy. അച്ഛ, ഇന്ന് ഞങ്ങളോടൊപ്പം ഈ ബ്രോഡ്കാസ്റ്റിൽ അച്ഛൻ്റെ അറിവുകളും അതോടൊപ്പം തന്നെ അച്ഛൻ്റെ മനോഹരമായ സംഗീതങ്ങളും ഞങ്ങളുമായി പങ്കുവച്ചതിന് അച്ഛനോടുള്ള നന്ദി ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ ഈ ഉദ്യമത്തിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് പൂനെയിൽ നിന്നും
മലങ്കര സെമിനാരിയുടെ തന്നെ പ്രധാനപ്പെട്ട സ്ഥാപനമായ നമ്മുടെ ഈ മേജർ സെമിനാരിയിൽ മലങ്കര മേജർ സെമിനാരിയിൽ വന്നുകൊണ്ട് നമ്മുടെ ആരാധനാക്രമ സംഗീതത്തെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ കാണിച്ചതായ വലിയ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിന് ഞാൻ നിങ്ങളോട് പ്രത്യേകമായ നന്ദി അർപ്പിക്കുന്നു, അഭിനന്ദനം അർഹിക്കുന്നു. നിങ്ങളുടെ ഈ ചെറിയ പരിശ്രമം കൊണ്ട് നമ്മുടെ അനേകം യുവജനങ്ങൾക്ക് പ്രോത്സാഹനവും അതോടൊപ്പം തന്നെ അനേകം പേർക്ക് നമ്മുടെ ഈ ആരാധനാക്രമ സംഗീതത്തെപ്പറ്റി ഉള്ളതായ ബേസിക് ആയിട്ടുള്ള അറിവ് പകർന്നു നൽകാനായിട്ട് ഈ ഉദ്യമം സഹായിക്കുമെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ തുടർന്നുള്ളതായ എല്ലാ ഉദ്യമങ്ങൾക്കും പരിശ്രമങ്ങൾക്കും അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, സുവിശേഷ പ്രഘോഷണത്തിനും ദൈവം എല്ലാവിധമായ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞങ്ങൾ ഉറപ്പായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. Thank you. To all our listeners, we hope that this conversation has definitely helped you in understanding our Malankara liturgy more. തീർച്ചയായും ഈ എപ്പിസോഡ് നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ എപ്പിസോഡ് നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക. വീണ്ടും ഒരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.